ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത്? പത്തനംതിട്ട. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഏഴിമല. കണ്ണൂരിലെ ഏഴിമലയിലാണ് 1977. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. ലോക വനദിനം എന്നാണ്? ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 21. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ജലദിനം മാർച്ച് 22. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. ലോക ജൈവ വൈവിധ്യ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? മെയ് 2. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. എറണാകുളം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. കല്ലേൻ പൊക്കുടൻ പ്രസിദ്ധനായത് ഏത് ചെടികളെ സംരക്ഷിച്ചാണ്? കണ്ടൽ ചെടികൾ. പരിസ്ഥിതി പോരാളിയും ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന ഈയിടെ അന്തരിച്ച വ്യക്തി ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ട. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തി. തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മഞ്ജു വാര്യർ. കേരളത്തിലാകെ എത്ര ദേശീയ ഉദ്യാനങ്ങളുണ്ട്? കേരളത്തിലാകെ 5 ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ദുചൂടൻ. KK നീലകണ്ഠൻ എന്ന ഇന്ദുചൂടൻ. കാടവിട മക്കളെ മേടവിട മക്കളെ കാട്ടുപുൽത്തകിടിയുടെ വേരവിട മക്കളെ. ഇത് ആരുടെ വരികളാണ്? അയ്യപ്പ പണിക്കർ. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ.